കടമ്പഴിപ്പുറം മാലങ്ങാട് കവുങ്ങ് കൃഷി വെട്ടിനശിപ്പിച്ച സംഭവത്തിൽ നടപടി വേണമെന്ന ആവശ്യവുമായി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കർഷക സംഘം ഏരിയ സെക്രട്ടറിയും. വ്യക്തമായ ഗൂഢാലോചന ഇതിനു പിന്നിൽ ഉണ്ടെന്നും ഇവർ പറഞ്ഞു. ഇരുവരും സ്ഥലം സന്ദർശിച്ചു. വെറും സാമൂഹ്യദ്രോഹികൾ എന്ന വാക്കിൽ അവസാനിപ്പിക്കുവാൻ കഴിയുന്നതല്ല. വ്യക്തമായ ഗൂഢാലോചനയോടെയാണ് കവുങ്ങുകൾ നശിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇവർ പറഞ്ഞു. കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആലങ്ങാട് പാടശേഖരത്തിലെ പ്രധാനപ്പെട്ട 2 കൃഷിക്കാര് നെൽകൃഷിയും അതിനോടനുബന്ധിച്ച് മറ്റ് വിളകളും ചെയ്യുന്ന കർഷകരാണ്. നേരത്തെ പറഞ്ഞ സുലൈമാനും സവിതയും. ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ സാമൂഹ്യദ്രോഹികൾ എന്നുള്ളൊരു വാക്കിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല. വളരെ വ്യക്തമായ പല ഗൂഢാലോചനകളും ഈ കവുങ്ങുകൾ വെട്ടിനശിപ്പിക്കപ്പെട്ട കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അത് ഇവിടുത്തെ കൃഷിക്കാരും അറിയണം. അതേപോലെ തന്നെ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും. നമ്മളൊരു കാർഷിക സംസ്കൃതിയിൽ ജീവിക്കുന്നവരാണ്. ഒരുപക്ഷെ ഈ കവുങ്ങ് നിയമപരമായി പാടശേഖരങ്ങളിലൊന്നും ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അനുവാദമില്ല, അവകാശമില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം. ഇതൊരു സാമൂഹ്യദ്രോഹികളുടെ ലേബൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പാടില്ല. സാമൂഹ്യദ്രോഹികൾക്ക് ആവശ്യമായ പിന്തുണ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരികയും നേരത്തെ പറഞ്ഞ ഈ സംഭവത്തിന് പ്രചോദനം നൽകിയ എല്ലാവരെയും നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് തന്നെ വലിയ അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പോലീസ് അധികാരികൾ ഉൾപ്പെടെയുള്ള അധികാരികളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് കർഷക സംഘം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി സുബ്രഹ്മണ്യനും പറഞ്ഞു. ഇവിടെ ആലങ്ങാട് ഉണ്ണിയമ്പത്ത് വെട്ടിക്കൽ പാടശേഖരത്തിന് കീഴിൽ പാറയ്ക്കൽ സൗദ എന്ന സഹോദരിയുടെയും അതുപോലെ കിണറ്റിങ്ങൽ സുലൈമാൻ എന്നവരുടെയും കവുങ്ങിൻ തോട്ടം മുഴുവനായും വെട്ടിനശിപ്പിച്ചിരിക്കുകയാണ്. 2 പേരുടെയും സുമാർ 400ഓളം കവുങ്ങുകൾ, കായ തുടങ്ങാറായ 3 വർഷം പിന്നിട്ട 400ഓളം കവുങ്ങുകൾ വെട്ടിനശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലേക്ക്. ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക് പുതുവർഷ സമ്മാനം നൽകിയിരിക്കുകയാണ് സാമൂഹ്യദ്രോഹികൾ. ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും ഇതിനെതിരായി ശക്തമായ പ്രക്ഷോഭം അവരുടെ കൂടെ നിന്നുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ ഇടപെടുമെന്നും ഈ യോഗത്തിൽ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കർഷക സംഘം വില്ലേജ് ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ്, കർഷക സംഘം വില്ലേജ് ട്രഷറർ വി ദിലീപ് കുമാർ, ഒ ബാലകൃഷ്ണൻ എന്നിവരും സ്ഥലത്തെത്തി. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.